ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉറുവിയിലെ ഡേ 2 ആണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഒരു ബ്രീഫ് ഐഡിയ തരാം. ഗ്ലിംസ് ഓഫ് ഉറുവി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ ഇന്നലെ ചെറിയൊരു എല്ലാവരുമായിട്ടുള്ള പരിചയപ്പെടലും പിന്നെ എന്താണ് ഉറുവി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 2 എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് സമയം 7 മണിയായി. നമ്മുടെ ഉറുവിയിലെ മെമ്പേഴ്സ് അടുക്കളയിൽ രാവിലെ തന്നെ പണിയിലാണ്. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. ഒരാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വെറുതെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. 2 ബ്ലാങ്കറ്റ് വന്നുകൊണ്ട് ചത്തില്ല. എൻ്റെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കൊണ്ടല്ല കയ്യൊന്ന് പോകാൻ കഴിയാതെ എൻ്റെ അമ്മേ, കൈ ഇപ്പോഴും മാറിയിട്ടുള്ള അത്രയും എക്സ്ട്രീം കോൾഡ്. അങ്ങനെ സൺറൈസായി. അതിൽ കുറേ പേരൊക്കെ എഴുന്നേറ്റ്, കുറേ പേരൊക്കെ ഇനി എഴുന്നേക്കാനുണ്ട്. ഇദ്ദേഹം ഇന്നലെ രാത്രി എത്ര മണിക്ക് എത്തി? കഴിഞ്ഞാൽ 9:30. അപ്പം എങ്ങോട്ട് എത്തിയത്. അത് ഇനിയും കുറേ പേരെ പരിചയപ്പെടാനൊക്കെ ഉണ്ട്. ഇപ്പൊ സമയം 8:10. നമ്മുടെ പ്ലാൻ 7:30 മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ തന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ഇവിടെ കോഫി അല്ല, ഇതിൻ്റെ പേരെന്താ, റാഗി ജാവ. നൈസായിട്ടുണ്ട്. ജാവ വളരെ സിമ്പിളാണ്, ബട്ട് പവർഫുൾ. കുറച്ചൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു. സമയം 9 മണിയായിട്ടാ. 7:30 മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴാണ് എല്ലാവരും സൂര്യൻ്റെ അരിയൊന്നും പോണില്ല. റാഗി ജാവ വെരി നൈസ്. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു. We are going to start the breakfast. So, how do you feel after the meditation? I feel calm and serene. So, the breakfast is ready. പുട്ടൻ കടല. ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ ഇറങ്ങി വന്നേക്കുന്ന ആൾക്കാരുണ്ട് ചിലര്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേജസ് ബ്രോ ഉണ്ടാക്കിയത്. പിന്നെന്താണ്, മെഡിറ്റേഷൻ അത്ര സംഭവമായിട്ടുള്ള മെഡിറ്റേഷൻ അല്ല, ജസ്റ്റ് ബേസ് മാത്രമായിരുന്നു. എങ്കിലും നല്ല റിലീഫ് ഉണ്ടായിരുന്നു കേട്ടോ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും. ഇനി ഉച്ചക്ക് ഇനി എന്താ പ്ലാനെന്ന് അറിയാൻ പാടില്ല. ഉച്ച കഴിഞ്ഞിട്ട് ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ 3 ട്രക്കിങ്ങാണ് ഉള്ളത്. ഒന്ന് നമുക്ക് നേരെ ക്യാമ്പ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു വാട്ടർഫോൾസിലേക്ക്, പിന്നെ ഒരു കേവ് ഉണ്ട്, ആ കേവിലേക്ക്, പിന്നെ ഒരു ലോമസ് ട്രക്ക്. അത് ലോമസ് ട്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു 3-3.5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ആ ട്രക്ക് എന്തായാലും പോകുന്നില്ല. കാരണം ഏജ് ആയിട്ടുള്ളൊരു പുള്ളിയുണ്ട്.
പിന്നെ ഒരു ലേഡി ഉണ്ട് കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അത്രയും ലോങ് ട്രക്ക് എന്തായാലും പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആ കേവിലേക്കായിരിക്കും ഉച്ച കഴിഞ്ഞിട്ടുള്ള ട്രക്ക്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും പറഞ്ഞില്ല. അതേ ഞാൻ ട്രക്കിങ് എപ്പോഴാണെന്ന് അത്ര ചോദിച്ചോളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ക്യാമ്പിൽ 2 ഹാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ചൊരു ഇതിലൊന്ന് കിടക്കാമെന്ന് ചോദിച്ചു. നല്ല കാറ്റുണ്ട് ഇവിടെ. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവുള്ളതുകൊണ്ട് നല്ല തണലും. ഇവിടെ കുറച്ച് നേരം കിടക്കാം. ഉച്ച വരെ ഫ്രീ ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് റിവർ വരെ ഇറങ്ങി. അപ്പോൾ കുറച്ച് പേര് നടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് കമ്മിങ് ബാക്ക്, നോട്ട് ഗോയിങ് ദേ. First someone check is it safe or not. കുറച്ച് പേര് ഇവിടെ തന്നെ നിന്ന് യു ആർ നോട്ട് ഗോയിങ്. അതാരോ വീഴുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോരുത്തരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അരുവിയിലിറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി അടുത്ത പരിപാടി ഞാനൊന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചപ്പോഴേക്കാണ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പരിപാടി. അതായത് ഒരു സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ട്രക്കിങ്. മേ ബി ചിലപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും ട്രക്കിങ്. അപ്പോൾ ഫ്രഷ് ആകണോ അതോ കമ്മ്യൂണിറ്റി പരിപാടി കഴിഞ്ഞിട്ട് ഫ്രഷ് ആകണോ എന്നുള്ള ആലോചനയിലാണ്. അത് ഇവിടെ 3 പേര് ഉറക്കത്തിലാണ്. രാഹുലും ലേയും പിന്നെ വല്ലി എഴുന്നേറ്റ്. രാഹുലിന് ലേയും ലയിച്ചിരുന്ന് ഉറങ്ങി. നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ 2 ഡെക്ക് നമ്മൾ ക്ലീൻ ചെയ്ത്, ഈ സെക്കൻഡ് ഡെക്കിൽ കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുള്ളത് ബാധ്യത കൊടുക്കാത്ത പണി. കുറേ പേരൊക്കെ റെസ്റ്റിലാണ്, കുറച്ച് പേരുള്ളൂ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ലഞ്ച് ബ്രേക്കിന് മുമ്പ് ചെറിയൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഫിയ എന്ന് പറഞ്ഞ ഗെയിം. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്. ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്തു പോയി, അതുകൊണ്ട് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് ലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഗെയിം നടത്തി തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഗെയിമിന് പുറത്തായവർ ആദ്യമേ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വെജ് ബിരിയാണി, പിന്നെ തൈര്, അച്ചാർ. വെജ് ബിരിയാണി പൊളിയായിരുന്നു കേട്ടോ. തേജസ് ബ്രോയാണ് ഉണ്ടാക്കിയത്. ഇവിടെ സ്റ്റിൽ ഗെയിം നടന്നിരിക്കുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു ചോള. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ഫോർ എ സ്മോൾ ട്രക്കിംഗ് ടു ദ ടൈഗർ കേവ്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഒരു ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാട്ടർഫോൾസൊക്കെ കണ്ട് നേരെ ടൈഗർ കേവിലേക്ക്. പിന്നെന്താണ് ടൈഗർ കേവ് എന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ദേ ഓൾസോ ഡോണ്ട് നോ. എന്തായാലും ലെറ്റ്സ് ഗോ ഫോർ ദ ട്രക്ക്. എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ, ട്രക്കിംഗ് അല്ല ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. തേജസ് ബ്രോയും ജോൺ ബ്രോയും ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. കുറേ പേരൊക്കെ പയ്യെ വരുന്നേ ഉള്ളൂ. കുറച്ച് പേർ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അല്ല ഇവിടുന്ന് എല്ലാവരും വന്നിട്ട് പോവാ.
നമ്മൾ കുറച്ച് ഗ്രീൻലാൻഡിൽ നിന്ന് മാറി റോട്ടിലേക്ക് എത്തി. ഇവിടുന്ന് തൊട്ട് മേലെ തന്നെ വാട്ടർഫോൾസ്. കുറച്ച് പേര് ഇപ്പോൾ സ്ലോ ആണ്. സോ വി ആർ വെയിറ്റിംഗ്. അങ്ങനെ നമുക്കിവിടെ നേരെ അവിടെ പ്രോപ്പർട്ടി ചെറുതായിട്ട് കാണാം. ഇങ്ങനെ മേളിൽ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആൻഡ് ദ സൺ ഈസ് ഗോയിങ് ഡൗൺ. തേജസ് പ്രോ പുറകിലായി പോയി. അപ്പോൾ നമ്മൾ ഇനി ഗൈഡ് ചെയ്യണത് വള്ളിയായിരിക്കും. വള്ളി സ്മെല്ല് ചെയ്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. ആക്ച്വലി വഴി വെട്ടിത്തെറിച്ച് പോകാനായിട്ടാണ് തേജസ് ബ്രോ വാളൊക്കെ ഇറങ്ങിയത്. പക്ഷേ ഈ സെയിം റൂട്ടിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവർ വെട്ടിത്തെറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് വഴി. ഇതാണ് ആ വേറെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് തോന്നിയില്ലേ? ആ പ്രോപ്പർട്ടിയുടെ കുറേ ടെൻറ്റ്സ് പിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീംസാണ് ക്ലിയർ ചെയ്തിട്ടേക്കുന്നത് ഇവിടെ. നേരത്തെ കണ്ട പ്രോപ്പർട്ടിയിൽ 6-7 പട്ടികളുണ്ട് കേട്ടോ. അത് കാരണം വെങ്കി വള്ളി ഞാൻ കയ്യിലെടുത്ത് ഇവിടം വരെ. വള്ളി ചെറിയ പേടിക്കരുതിയാൽ അല്ല വള്ളി. ക്ലിയർഡ് റൂട്ട് കഴിഞ്ഞു. വീണ്ടും ഗ്രീൻലാൻഡിലേക്ക് കയറി. ഇനി ഞങ്ങളുടെ അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ആ വഴിയൊക്കെ വെട്ടിത്തെളിച്ച് കൊണ്ട് വരുമായിരിക്കും. I don't know. Let's see what happens. ഈ സ്ട്രീം നമ്മുടെ സെയിം പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൂടി പോകുന്ന അതേ സ്ട്രീം തന്നെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ കുറച്ച് വൈഡാണ്, നല്ല ഒഴുക്കുണ്ട്, അത് കുറച്ചും കൂടി ക്ലീനാണ് ഈ ഏരിയയിൽ. വഴിക്കൊരു ഡീവിയേഷൻ, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, താഴത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതും ഡൗൺ, അതും താഴത്തേക്ക് തന്നെയാണ്, അപ്പുറത്തേക്കുള്ളതും ഗോയിങ് ലെഫ്റ്റ്. അതാണ് കറക്റ്റ്. It won't break. And we almost reached the stream. Okay. Wow. Nice. So there is a waterfall. നമുക്ക് വീണ്ടും താഴേക്കാണ് പോകാനുള്ളത്. ഓക്കെ, Charlie, Charlie, jump! Come on! ഇത് നമ്മുടെ കേവ് ആ കാണുന്നതാണ്. നമുക്ക് ഇതിലേയും പോകാം, ഇതിലേയും പോകാന്ന് പറയും. നമുക്ക് ഇതിലേനെ പോവാം. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ,
സൂപ്പർ പൊളി. നോക്കിയമാർ രോഗങ്ങളുണ്ടോ മരത്തിൽ മോസസ് പിടിച്ച് തുണി കിടക്കുന്നു. ഫുള്ള് പൂപ്പലൊക്കെ പിടിച്ചിറങ്ങുന്ന പാറകൾ. പൊളി രസില. ഓ അത് ഹൊറർ ഫീലിടാം. ഓ ഇത്രയും വലിയൊരു ചെയ്യാൻ ആദ്യമായിട്ടാണ്. എല്ലാവരും അതിലേക്ക് കൂടിയാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് മാത്രം ഇതുവഴി വന്നു. ബട്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടി ബെറ്റർ ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇതാകുമ്പോൾ വെള്ളത്തിൽ കൂടി നടക്കണ്ട. ദൈവമേ പത്മക അതിലെ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. വീഴാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. I made it. ഞാൻ കേവലാദ്യത്തി. And Nadia is trying to come to the cave. അങ്ങനെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ആൻഡ് സം അതർ ഗസ്റ്റ് ആർ ഹിയർ. ഇവിടെ അടുത്ത് തന്നെയുള്ള കൂര എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി, അവിടെ നിന്ന് ഒരു 4 പേര് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഗായ് ഈസ് ഓൾസോ ഫ്രം കൂര. ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് കൂര. ഞങ്ങളുടെ ഹാർഡസ്റ്റ് പോർഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാവരും തിരിച്ചെത്തി. ചെറിയ റെസ്റ്റ്. ഹായ് 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 ഹായ്. So how was the experience? Cave experience? Nice. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ തിരിച്ച് ഹൈക്കിംഗ് റൂട്ടിലോട്ട് കയറി. എങ്ങും വീണൊന്നുമില്ല. ആകെ അർജുന് മാത്രം ചെറിയൊരു അട്ടകടി കിട്ടി. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും വെങ്കിയും കൂടി ആ കേവിൻ്റെ മേളിൽ കൂടി ഒന്ന് കറങ്ങി വന്ന് ക്യാമറ എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് ടഫ് പോർഷൻ ആയിരുന്നത്. ആൻഡ് വി റീച്ച് ബാക്ക് ടു ദ പ്രോപ്പർട്ടി. വൈകുന്നേരം 4 മണിക്ക് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സമയം 6:45. ബട്ട് ഇറ്റ് വാസ് എ ഡീസൻറ്റ് ഹൈക്ക്. ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇട്ടു. എന്താണ് ഇവിടെ ആംബിയൻസ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. വലിയ വെട്ടൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ഫോറസ്റ്റ് ഫീലുകളായിരിക്കാനായിട്ട്. ആൻഡ് ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഹൈക്ക്? ഗ്രേറ്റ്. Wonderful company, great place. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കുക്കിംഗ് ടീം. ഇത് മെയിൻ ഷെഫ് ഇപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുള്ളു. അപ്പൊ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കപ്പ റെഡിയാ. കപ്പയുടെ ഒരു സൈഡ് തന്നെയാണിത്. പിന്നെന്താണ്, കുറച്ച് പേരിവിടെ ഭയങ്കര ഡിസ്കഷൻ ആൻഡ് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഡിന്നറിന് കപ്പ മാത്രമല്ല, കപ്പയുടെ പപ്പടം കൂടി ഉണ്ട്. കപ്പ വിത്ത് പപ്പടം കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് നോക്കാം നമുക്ക്. തേജസ് ഭായ് പറയുന്നു സൂപ്പറാണെന്ന്. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. കപ്പ ആൻഡ് പപ്പടം. ഡിന്നർ കഴിഞ്ഞു. കഴിക്കണ വീഴുന്നില്ല. കപ്പയും പപ്പടവും തേജസ് ഭായ് പറഞ്ഞ പോലെ പൊളി കോമ്പിനേഷൻ ഉണ്ടാ. വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം. മമ്മി കഴിയില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോഫി അല്ല, ടീ അല്ലേ? ടീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാട്ടുകാരനും കൊട്ടുകാരനും കൂടി അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ഞങ്ങൾ ഒരു 1.5 മണിക്കൂറല്ല, ചിലപ്പോൾ 2 മണിക്കൂറായി ഉണ്ടാവും. 2 മണിക്കൂറോളം പാട്ടൊക്കെ പാടിയിരുന്ന് വെച്ച്. തേജസ് ഭായുടെ സ്പെഷ്യൽ ഗിറ്റാർ പാട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ കിടക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഡേ 2 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡേ 3 വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. until next video, peace out.